രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കിയ കേന്ദ്രം. ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടി ചട്ടം, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരം ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ സംഹിത തുടങ്ങിയ നിയമങ്ങളാണ് നിലവിൽ വന്നത്. പോലീസിന് അമിതാധികാരം നൽകുന്നതും മനുഷ്യാവകാശങ്ങളുടെ ലംഘനവുമാണ് നിയമം നടപ്പിലാക്കിയതോടെ BJP സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന വിമർശനം ശക്തമാകുന്നു. അതിനിടെ പുതിയ നിയമപ്രകാരം ദില്ലിയിൽ ആദ്യ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തു. സ്വാതിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സ്വാതി, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ബിനു, രാജ്യത്തെ നിയമ സംവിധാനത്തെ എല്ലാം ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടാണ് 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ന് പ്രാബല്യത്തിൽ വന്നത്. വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇതിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടി ചട്ടം, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയാണ് ഇപ്പോൾ മാറ്റം വരുത്തിക്കൊണ്ട് പകരമായി ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ സംഹിത എന്നീ 3 ക്രിമിനൽ നിയമങ്ങളാണ് ഇപ്പോൾ പുതുതായി കേന്ദ്രം അവതരിപ്പിച്ചത്. ഏറ്റവും പ്രധാനമായി കാണേണ്ടത്, ഒരു കൂടിയാലോചനകളോ ചർച്ചയോ ഇല്ലാതെയാണ് ഈ നിയമം പാർലമെന്റിൽ പാസാക്കിയത്. പ്രത്യേകിച്ചും രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 143 MPമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ട കാലയളവിലാണ് ഈ ബില്ല് പാർലമെന്റിൽ പാസാക്കിക്കൊണ്ട് ഈ നിയമം നിലവിൽ കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിച്ചത്. ഇപ്പോൾ ഇതിൽ വലിയ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ നിയമത്തിന് കീഴിൽ പോലീസിന് അമിത അധികാരം നൽകുന്നു എന്ന വിമർശനം ശക്തമാകുന്നുണ്ട്. മാത്രമല്ല, രാജ്യദ്രോഹ കുറ്റം അടക്കം സുപ്രീം കോടതി റദ്ദാക്കണമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ രാജ്യദ്രോഹ കുറ്റം എന്ന പേര് മാത്രം മാറ്റം വരുത്തിക്കൊണ്ട് അതിനേക്കാൾ കഠിനമായ ശിക്ഷാവിധികൾ വ്യവസ്ഥ ചെയ്യുന്ന നിയമങ്ങൾ ഇപ്പോൾ പുതുതായി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ വലിയ ആശയക്കുഴപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരേ സമയത്ത് 2 നിയമങ്ങൾ നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും അസാധാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള മറ്റൊരു കാര്യം, ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളെ കസ്റ്റഡിയിൽ വെക്കാൻ 15 ദിവസം കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് 15 ദിവസത്തിന് ശേഷം ഉള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്നാണ് നിയമവ്യവസ്ഥ. നേരത്തെ ഉണ്ടായിരുന്ന നിയമം വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് 90 ദിവസം വരെ ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വെക്കാം എന്നടക്കമുള്ള നിയമങ്ങളാണ് ഇതിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ശക്തമാകുന്നു. പ്രത്യേകിച്ചും ഭരണകൂടത്തിന് അവരുടെ ഇഷ്ടപ്രകാരം ഇതിനെ മാറ്റം വരുത്താം. പ്രത്യേകിച്ചും രാജ്യദ്രോഹ കുറ്റമടക്കം ഇതിൽ പറയുന്നത് കൊണ്ട് തന്നെ ഭരണകൂടത്തിന് പ്രതികൂലമായി സംസാരിക്കുന്നവരെല്ലാം തന്നെ ഈ കേസിൽ അല്ലെങ്കിൽ ആരെയും രാജ്യദ്രോഹികളായി മാറ്റാം എന്നൊരു കാര്യം കൂടി ഈ നിയമം കൊണ്ടുവരുന്നതോടെ പ്രാബല്യത്തിൽ വന്നു എന്നുള്ളത് തന്നെയാണ്. വലിയ വിമർശനങ്ങൾ ഇതിനെതിരെ ഉയരുന്നു. കൂടിയാലോചനകളിൽ ഇല്ലാതെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബിനു, സ്വാതിയാണ് വിശദാംശങ്ങൾ നൽകിയത്.